everyone, very welcome back my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഹൗ ടു ഫൈൻഡ് ടെക്നോ പാർക്ക് ജോബ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ എങ്ങനെയാണ് ജോബ്സ് ഫൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനെ അപ്ഡേറ്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇൻ്റർവ്യൂസിന് സെലക്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ടെക്നോ പാർക്കിൽ എങ്ങനെയാണ് ജോബ് കണ്ടെത്താം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്, മനസ്സിലായോ? ഇൻഡീഡിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും എങ്ങനെയാണ് ജോബ് കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ടെക്നോ പാർക്കിലാണ് ഞാൻ പറയുന്നതെന്ന്, മനസ്സിലായോ? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്കത് ഏത് രീതിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോരേന്ന്. അതായത് ഞാൻ എങ്ങനെയാണ് വാക്കൻസീസ് ഷെയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്താൽ പോരേന്ന് ഒരു പ്രീവിയസ് ആയിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജോബ് സെർച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നുള്ളൊരു കമന്റ് ആയിരുന്നു, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ തന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ തരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റ് വീഡിയോ കാണാതെ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ കയറി ജോബ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകും, മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യും, ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് പോകും, മനസ്സിലായോ? അപ്പം ഞാൻ എന്താ പറയുക, വീഡിയോസൊക്കെ നോക്കി അല്ലെങ്കിൽ ഓരോരോ ആപ്പിൽ കയറി സെർച്ച് ചെയ്തെടുത്ത് അതും നിങ്ങളുടെ കമന്റ് പ്രകാരമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്ന വാക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആ രീതിയിലോട്ടാണ് ഞാൻ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാതെ നിങ്ങൾ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ട് ലിങ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വ്യൂസ് കിട്ടിയില്ലേ എനിക്ക്, മനസ്സിലായി? ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്, മനസ്സിലായിട്ടില്ല? ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തന്നെ എന്താ ചെയ്യുന്നത്, ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. ജോബ് അപ്ഡേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ഇന്ത്യനകത്താണെങ്കിലും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് എല്ലാ കാര്യങ്ങളും ഒരു സീക്രട്ടും ഇല്ല, മനസ്സിലായോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും ചെയ്യാത്ത ആൾക്കാർക്കാണ് ഞാൻ വന്നിട്ട് വീഡിയോസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടണ്ടേ, എൻ്റെ ഒരു വാച്ചിങ് ടൈമും കാര്യങ്ങളൊക്കെ ആവണം ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ എന്താ പറയുക, എനിക്കും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, അല്ലെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ട് കമന്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? പക്ഷേ ഈ വീഡിയോസ് കണ്ടിട്ട് ജോബ് കിട്ടിയ ആൾക്കാരുണ്ട്. അതായത് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സെക്കൻഡ് കമ്പനിയിൽ 4 പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കമ്പനിയിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോഡിങ്ങിലൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കിട്ടിയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പറയുന്ന രീതിയിൽ കണ്ടിട്ട് കിട്ടുന്നതെങ്കിൽ അതിൽ ഞാൻ ഹാപ്പിയാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് പറഞ്ഞാൽ അതെൻ്റെ പ്രശ്നമല്ല ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഫൈൻഡ് ചെയ്യുന്ന എന്താ പറയുക ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അത് ത്രൂ പോയി എടുത്തോ. ഞാൻ മിക്കവാറും പറയാറുണ്ട്, ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ആപ്പ് ത്രൂ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് വഴി പോകാം ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ചെയ്യാതെ എൻ്റെ വീഡിയോസ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ടെക്നോ പാർക്കിൽ ആ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് പറയണം തോന്നിയതുകൊണ്ടാണ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ടെക്നോ പാർക്കിൽ എങ്ങനെ ജോബ് ഫൈൻഡ് ചെയ്യാന്ന് ഞാൻ പറയാം. സിമ്പിളാണ് കേട്ടോ. ഞാൻ ഇൻഫോ പാർക്ക് പറഞ്ഞ പോലെ തന്നെയാണ് ടെക്നോ പാർക്കും പറയുന്നത്. നേരെ ഗൂഗിളിൽ കയറുക, ടെക്നോ പാർക്ക് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക ഗൈസ്. ഓക്കെ, ഫൈൻഡ് ചെയ്യുമ്പോൾ ജോബ് വാക്കൻസീസ് അറ്റ് കേരിയേഴ്സ് ഇൻ ടെക്നോ പാർക്ക് എന്നുണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, മനസ്സിലായോ? ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തെറ്റാതെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേഗം കിട്ടും, പറഞ്ഞു തരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ കയറുക, ടെക്നോ പാർക്ക് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജോബ് വാക്കൻസീസ് കേരിയേഴ്സ് അറ്റ് ടെക്നോ പാർക്ക് എന്ന് കാണാം തൊട്ട് താഴെ തന്നെ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ 2 സെർച്ചിങ് ബാർ കാണും. ഫസ്റ്റത്തെ സെർച്ച് ബൈ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമ്പനി നെയിം എന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഏതാണോ വേണ്ടത്, മെഡിക്കൽ കോഡറോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ പൈത്തൺ ഡെവലപ്പറോ അങ്ങനെ എന്താണോ വേണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ തൊട്ട് താഴെ വരുന്നതാണ് ജോബ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക വാക്കിംഗ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജോബ് പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു പേജിൽ ഉള്ള ജോബ് പോസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് വർക്ക് ഇൻ ഡ്രൈവ്സ് ആണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടെങ്കിൽ അത് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്, ഇത്ര കാര്യം മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ഇത് അറിയാത്ത ആൾക്കാരുണ്ട്.
അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ടെക്നോ പാർക്കിൽ ജോബ് നോക്ക് എങ്ങനെയാണ്. ഇനി ഇൻഫോ പാർക്കിലാണെങ്കിൽ ഒന്നും കൂടി പറയാം. ഗൂഗിളിൽ പോവാം, ഇൻഫോ പാർക്ക് കൊടുക്കുക. ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഇൻഫോ പാർക്കിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നോക്കുക, മനസ്സിലായി. അപ്പോൾ ഇതിൽ ടെക്നോ പാർക്കിലൊക്കെ ഓൾറെഡി മെയിൽസ് ആണ് കൊടുക്കുന്നത് തോന്നുന്നു, മെയിൽ IDs ആണ് കൊടുക്കുന്നത്. അപ്പോൾ മെയിൽ IDയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ IDയിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, CVയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കവർ ലെറ്ററൊക്കെ മസ്റ്റായിട്ടും കൊടുക്കണം കേട്ടോ. സിമ്പിളായിട്ട് കവർ ലെറ്റർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ CV അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ. അപ്പോൾ അത് മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സിൻ്റെ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കവർ ലെറ്ററിനെ കുറിച്ചിട്ട് എന്താ പറയുക, ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ChatGPTയിൽ പോയിട്ട് കവർ ലെറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും. നിങ്ങൾ ഏത് രീതിയിലാണോ എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളെങ്കിൽ ആ രീതിയിലുള്ള ഒരു കവർ ലെറ്റർ മേക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രഷർ ആണെങ്കിൽ ആ ഒരു രീതിയിൽ മേക്ക് ചെയ്തിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക. അതിനാണ് പറഞ്ഞത് എന്തിട്ട് എന്താ പറയുക, നമ്മുടെ ChatGPT നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ അതൊക്കെ നല്ല യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്യുന്നുണ്ട്. ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ വീക്ക്ലി വൺസെങ്കിലും ഞാൻ എല്ലാ വീഡിയോസും വന്നിട്ട് ഞാൻ വീഡിയോസ് ഇട്ട് ഷോർട്സ് അല്ല വീഡിയോസ് വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഏതിനെങ്കിലൊക്കെ റിപ്ലൈ കൊടുക്കാത്തുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ജോബ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസ് വന്നിട്ട് ഞാൻ എന്താ പറയുക റിപ്ലൈസ് കൊടുക്കാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സ്പയർഡ് ആവുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കമൻസിനാണ് ഞാൻ കൊടുക്കാത്തത്. കാരണം അവർക്ക് പിന്നെ ലിങ്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി ആ ജോബ് എക്സ്പയർഡ് ആയി പോകും. നിങ്ങൾക്ക് ഈ ടെക്നോ പാർക്കിന്റെ വാക്കൻസിയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ജനുവരി 22-ാം തീയതിയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 2-ാം തീയതി എന്ന് പറയും, മനസ്സിലായോ. അപ്പോൾ ആ 2-ാം തീയതിക്ക് ശേഷം മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കുക, മനസ്സിലായോ. അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ജോബ് അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ CV അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ടെക്നോ പാർക്കൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ബൈ.